എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കണം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല നഷ്ടപ്പെടുന്നത്, ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെടാണ്. ജുമയ്ക്ക് പോകാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ ജുമയ്ക്ക് പോയിട്ട് തട്ടിൻ്റെ മേലെ കയറി ഇരുന്ന് വർത്താനം പറയാത്ത ആൾക്കാർ വളരെ കുറവായി. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് ജുമയ്ക്ക് പോകാത്തവരുണ്ട്. പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നോൽമ്പ് വിൽക്കാത്തവരുണ്ട് പഴയ കാലത്ത്. പുതിയാപ്പള സൽക്കാരം എന്ന് പറഞ്ഞാൽ പഴയ പുതിയാപ്പള സൽക്കാരം പുതിയാപ്പളയും ഓൻ്റെ ചങ്ങായിമാരോ പോവുക. ഇന്നിപ്പോൾ അത് വേണ്ട വെച്ചിട്ട് നമ്മൾ പെരക്കാർ പോകലാക്കിയിട്ടുണ്ട്. ചങ്ങായിമാരെ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ നോൽമ്പ് വിൽക്കാത്ത വേണ്ട എന്ന് കരുതിയിട്ട് പുതിയാപ്പളയും ഓൻ്റെ ചങ്ങായിമാരും പോയാൽ നോൽമ്പ് വിൽക്കാത്തത് കുറേ ഉണ്ട് പഴയ കാലത്ത്. ഇന്ന് നോൽമ്പ് വിൽക്കാത്ത ഒറ്റ ചെറുപ്പക്കാരെ കാണൂല. നോൽമ്പ് വച്ചിട്ട് നിക്കരിച്ചാത്തവരുണ്ടാവും പഴയ കാലത്ത്, നിക്കരിച്ചിട്ട് നോൽമ്പ് വിൽക്കാത്തവരും ഉണ്ട്. ഇതൊന്നും പുതിയ കാലത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ റമദാൻ മാസമാണ് വരുന്നത്. മേച്ചേരിപ്പറമ്പ് അങ്ങാടിത്തെ പള്ളി പോയിട്ട്, അങ്ങാടി പള്ളി ഇല്ലേ, അങ്ങാടിത്തെ പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരംസ്കാരത്തിനോ അസറസ്കാരത്തിനോ പള്ളിക്ക് കയറിയാൽ ഹൗദക്ക് വെള്ളം അടിച്ചാലും തികയില്ല. ചെറുപ്പക്കാരുണ്ട് കയറി നിക്കരിച്ചിട്ട്, അല്ലാതെ വയസ്സന്മാർ നിക്കരിച്ചിട്ടല്ല. അപ്പോൾ നിക്കരിച്ചാത്തവർ വളരെ കുറവാണ്, നോൽമ്പ് വിൽക്കാത്തവർ വളരെ കുറവാണ്. ഇപ്പം എന്താ പ്രശ്നമുള്ളത്? ആ നിക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോൽമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവൻ്റെ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൻ്റെ സനദിൽ അല്പം ദുഅഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവമുള്ള വർത്താനാണ്. നമ്മളാകെ 40 കൊല്ലം ആയിട്ടുണ്ടാവില്ലേ ഇബാദത്ത് എടുക്കാൻ തുടങ്ങിയിട്ട്. അതൊരു വെള്ളിയാഴ്ച അയക്കാരം നല്ലത് എന്നാൽ പോവാതിരിക്കലല്ലേ. എന്താണ് പരിപാടി?